നല്ല ടേസ്റ്റിയായൊരു ചുട്ട തക്കാളി ചട്നിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും ഉപയോഗിക്കാം. രാവിലെയൊക്കെ ആരെങ്കിലും അത്യാവശ്യമായിട്ട് പോകണമെന്നുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കറിയായിട്ട് ഇതെടുത്ത് കൊടുക്കാൻ നമ്മളൊന്ന് സൂക്ഷിച്ച് വെച്ചിരുന്നത്. അല്ലെ അത്ര നല്ല ടേസ്റ്റിയായൊരു കറിയാണ്. ഇത് ഇനി ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. ഞാൻ ഇവിടെ 250 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഈ തക്കാളി ഒന്ന് ചുട്ടെടുക്കാം. ഈ തക്കാളി ചുട്ടെടുക്കുന്നതിലേക്ക് സ്റ്റൗവിലേക്ക് ഞാൻ ഇതുപോലൊരു സാധനമാണ് വെക്കുന്നത്. ഈ സ്റ്റൗ കത്തിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അത് പഴുക്കുന്നത് വരെ വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കാം. എന്നാലും അത് തീ കരിഞ്ഞു പോകാതെ പെട്ടെന്ന് നല്ല പരുവത്തിന് കിട്ടുന്നതിന് വേണ്ടിയാണ് ലോ ഫ്ലെയിമിലാക്കുന്നത്. ഇനി ഈ തക്കാളി ഓരോന്നായിട്ട് ഇങ്ങനെ പറക്കി വെച്ച് കൊടുക്കാം. തക്കാളി കൂടെ ഇങ്ങനെ മറിച്ചും തിരിച്ചും വെച്ച് കൊടുക്കണം. എല്ലാം നല്ല ബ്രൗൺ നിറമായി കിട്ടണം. ഇത് ഇഡ്ഡലി തട്ടി വെച്ചും ഇതുപോലെ ചുട്ടെടുക്കുക. ആവി കയറ്റി വേവിച്ചെടുക്കുക. നമ്മൾ തക്കാളി ഇങ്ങനെ മറിച്ചും തിരിച്ചും വെച്ചെടുത്ത് എല്ലാ ഭാഗവും ഒന്ന് ചുട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് തീ ഓഫാക്കാം. കുറച്ച് നേരം കൂടെ ഇതിൽ തന്നെ വെച്ചിരുന്നിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടച്ച് ഇത് ഞാൻ 10 കൊച്ചുള്ളിയും 5 വെളുത്തുള്ളിയുടെ അല്ലിയും 3 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കൊച്ചുള്ളിയും വെളുത്തുള്ളിയൊക്കെ കൂടുതലായിട്ട് കിടക്കുന്ന നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അത് ഞാൻ പൊളന്നിട്ടിരിക്കുന്നത് കൊണ്ടാണ്. വാട്ടിയെടുക്കുന്ന സൗകര്യത്തിന് വേണ്ടി അത് ഞാൻ പൊളന്നിട്ടിരിക്കുകയാണ്. അപ്പോഴിവിടെ ഉള്ളിയും മുളകും എല്ലാം ഒന്ന് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീ ഓഫാക്കാം. ഒന്നുകൂടെ ചട്ടി കിടന്നൊന്ന് ചൂടാവട്ടെ. ഇത്തിരി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ പാനകത്തിട്ട് അല്ലാതെ ഇതുപോലെ ചൂടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വെളുത്തുള്ളി വലിയ ഗുണമുള്ളൊരു സാധനമാണ്. പച്ചയ്ക്ക് കൊടുത്താൽ അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ പാനകത്തിട്ട് ചൂടാക്കി ചുട്ട് കൊടുക്കുന്നത് കഴിക്കുകയും ചെയ്യും. വളരെ ഗുണമുള്ളതാണ്. കൊച്ചു ഉള്ളി അതുപോലെ ഇതുപോലെ പാനകത്തിട്ട് വാട്ടി കൊടുക്കാം. ചുമയും കഫക്കെട്ടും ഒക്കെ മാറും. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഈ അടച്ച് വെച്ചിരുന്ന തക്കാളി ഇല്ലേ, നമ്മളിവിടെ ചുട്ട് വെച്ചിരുന്ന തക്കാളി ഇല്ലേ, അടുപ്പി വെച്ച് അടച്ച് വെച്ചിരുന്ന ആ തക്കാളി എടുത്ത് ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കണം. തൊലി ഇങ്ങനെ ഉരിച്ചെടുക്കുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ ഉരിഞ്ഞ് വരും. എല്ലാ തക്കാളിയും ഇതുപോലെ തൊലി കളഞ്ഞെടുക്കണം. ഇപ്പോഴവസാനത്തെ തക്കാളി ഞാൻ ഇതുപോലെ അരിഞ്ഞെടുക്കുകയാണ്. അരിഞ്ഞെടുത്ത് ഇതിനി നമ്മൾ ഈ വാട്ടി വെച്ചിരുന്ന ഉള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ ഒരു മിക്സിയിലിട്ട് ചതയ്ക്കാം. ഇനി ഞാൻ ഇത് ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ തക്കാളി ഇട്ട് അരയ്ക്കാം. അരച്ചുകൊണ്ട് വരാം. അരച്ചുകൊണ്ട് വന്ന മിശ്രിതം ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് നമുക്കിനി മുളക് ഒരു വലിയ സ്പൂൺ, അതായത് ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ പുളി പിഴിഞ്ഞത്, വാളം പുളി പിഴിഞ്ഞത് 1 ടീസ്പൂൺ, പാകത്തിന് ഉപ്പ് അത് പോരായിരിക്കും. കുറഞ്ഞാൽ നമ്മൾ എല്ലാം ചേർത്തിളക്കിയതിന് ശേഷം നോക്കിയിട്ട് ഇട്ട് ഇളക്കിയാലും മതി. പിന്നീട് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10 മില്ലി വിനാഗിരിയാണ്. വിനാഗിരിയും ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിന് കടുക് താളിക്കണം. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തീരുമ്പോഴത്തേക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം.
ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഓഫാക്കാം. കടുക് താളിച്ചത് ഈ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നല്ല ടേസ്റ്റോട് കൂടിയ ചട്നി, ചുട്ട തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. ഇത് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ആവശ്യത്തിന് എടുക്കാം. ഉപ്പൊക്കെ ഞാൻ നല്ലപോലെ നോക്കിയിരുന്നു. ഒരു ശകലം കുറവുണ്ടായിരുന്നു, അത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാൻ എടുത്തതിൽ നിന്ന് നല്ല ടേസ്റ്റിയായൊരു കറിയാണ്. എല്ലാത്തിൻ്റെ കൂടെ ഉപയോഗിക്കാം, എപ്പോഴും ഏത് സമയത്തും.